പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. Amen. Praise the Lord. Praise the Lord. ആമേൻ പറഞ്ഞ് അത് സ്വീകരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാന്തി ശുശ്രൂഷയെ സംബന്ധിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ബഹുമാനപ്പെട്ട വട്ടാലിച്ചനെ ഓർത്ത് നന്ദി പറയും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ശക്തമായൊരു ഉൾപ്രേരണ കിട്ടിയപ്പോൾ ശാലോമിൽ ആ പ്രഭാഷണത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഒരു കൃപയാൽ അച്ഛൻ അത് ഏറ്റെടുത്തു. മാത്രം കുടുംബങ്ങൾ വ്യക്തികൾ അനുഗ്രഹം പ്രാപിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയ്ക്കിടയിൽ ഒരു ഫാമിലി ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ അവർ പറയാണ്, ആ 2-3 മാസമായുള്ള അഭിഷേകാന്തി കാണാൻ തുടങ്ങിയിട്ട് പിന്നെ ഇതുവരെ മുടക്കിയിട്ടില്ല എന്നവർ പറഞ്ഞ് ഞാൻ ഓർക്കാണ്. ഇപ്പം ഞാൻ ഓർക്കാണ് ഈ കാലഘട്ടത്തിൽ ഇനിയും ഈ ശുശ്രൂഷകളെക്കുറിച്ച് അറിവില്ലാത്തതിനും പരിചയമില്ലാത്ത എത്രയോ പേര്. അപ്പോൾ ഈ അഭിഷേകാന്തി ശുശ്രൂഷ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേരെ അറിയിക്കണം, ഇതെങ്ങനെ ശുശ്രൂഷ നടക്കുന്നുണ്ട്, ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, വചനം കർത്താവ് തരുന്നുണ്ട്, മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്, ഈശോയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ സമയമൊക്കെ പറഞ്ഞ് ശാലോ ടീമിൽ പറഞ്ഞ് പരിചയപ്പെടുത്തി അതെല്ലാം നമ്മൾ ചെയ്യണം. ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചാടി എഴുന്നേക്കാം കുട്ടികൾ, എല്ലാവരും ചാടി എഴുന്നേക്കാം. കർത്താവിൻ്റെ പ്രത്യേക ഒരു കൃപ കർത്താവ് തരും. നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയത് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. കർത്താവായ ദൈവമേ, സങ്കീർത്തകനോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരം തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. ഹല്ലേലൂയ. 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 145-ാമത്തെ സങ്കീർത്തനത്തിൽ 16-ാമത്തെ തിരുവചനത്തിന് അത്ഭുതകരമായ ശക്തി സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനത്തിന് അത്ഭുതകരമായ ശക്തി ഇപ്പോൾ സമൂഹത്തിലേക്ക് അയക്കണം. ഈശോയുടെ നാമത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ഈശോയുടെ വചനത്തിന് ശക്തി അയക്കുന്നു. ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന് അത്ഭുത ശക്തി സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ഇപ്പോൾ കുടുംബങ്ങൾ വ്യക്തികളും വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, കരം നീട്ടണമേ. അങ്ങേ പരിശുദ്ധ ദാസനാം യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാൻ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കർത്താവേ, കരം നീട്ടണമേ. അങ്ങേ പരിശുദ്ധ ദാസനാം യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി
രോഗശാന്തികൾ നിറയാ അടയാളങ്ങൾ കാണാ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കൈകൾ ഉയർത്തി. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. ഓ കർത്താവായ യേശുവേ, അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരും നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ വചന ലംഘന വഴിയായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സമസ്തമായ കെട്ടുകൾ അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈശോയുടെ നാമത്തെ ദുഷിക്കുന്ന തരത്തിലുള്ള സകല പ്രവണതകളും ഓ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സമസ്ത മേഖലയിൽ നിന്ന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞ് കുട്ടികൾ ഭാവിക്കട്ടെ. പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തി ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ, അഭിഷേകത്തി ജ്വാലകളാലെ ഭൂതലമാകെ ഉയർത്തി. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഈ നാളുകളിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ തെറ്റായ വായന വഴി, തെറ്റായ കേൾവി വഴി വന്നിരിക്കുന്ന തെറ്റായ പ്രബോധനങ്ങൾ, വ്യാജ പ്രബോധനങ്ങൾ, ദൈവമേ, പാപശക്തിയ ദുഷ്ടശക്തികളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിയിലും ചിന്തയിലുള്ള കെട്ടുകൾ, യുക്തി വിചാരങ്ങൾ, പൈശാചിക പീഡകൾ, അവിശ്വാസത്തിന്റെ ചിന്തകൾ, നിരീശ്വര ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ സത്യം വിട്ടുതൽ ഭാവിക്കട്ടെ. ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ, ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങിപ്പോകട്ടെ, ജ്ഞാനശക്തിയിൽ ഉടഞ്ഞു ചിതറി സർവം നീങ്ങിപ്പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തി ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ, അഭിഷേകത്തി ജ്വാലകളാലെ ഭൂതലമാകെ ഉയർത്തി. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത, 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 ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. യേശുവേ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ആരാധന, കർത്താവേ ആരാധന, ആരാധന. ഓരോ ഹൃദയങ്ങളെ കഴുകണം, ഓരോ മനസ്സുകളെ കഴുകണം, ഓരോ ആത്മാവിനെ ഇപ്പോൾ കഴുകണമേ കർത്താവേ, വെടിപ്പുള്ളതാക്കി മാറ്റണമേ കർത്താവേ, ജ്ഞാനം കൊണ്ട് നിറയണമേ കർത്താവേ, വചനം കൊണ്ട് നിറയട്ടെ കർത്താവേ, സ്നേഹം കൊണ്ട് നിറയട്ടെ കർത്താവേ, കർത്താവെ കൃപകൾ കൊണ്ട് നിറയട്ടെ കർത്താവേ, ഫലങ്ങൾ കൊണ്ട് നിറയട്ടെ കർത്താവേ, ദാനങ്ങൾ കൊണ്ട് നിറയട്ടെ കർത്താവേ. ആരാധന, ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാവൽക്കാരില്ലാത്തതാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിഷയം കേൾക്കുമ്പോൾ പലവിധ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9, 10 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 9-10. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കതിൻ്റെ വചന പശ്ചാത്തലം അറിയാം. ആബേലും കൂടെ കായേലും കൂടെ ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നു.
കായന്റെ ബലിയെ ദൈവം പ്രസാദിച്ചില്ല. കായൻ അസൂയ വരുന്നു, പുറകെ കോപം വരുന്നു, തുടർന്ന് കൊലപാതകം സംഭവിക്കുകയാണ്. അപ്പോൾ ദൈവം ഇതെല്ലാം പറഞ്ഞ് ദൈവം ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ദൈവം പറയാൻ വിചാരിച്ചിരുന്ന മറുപടി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കായൻ ആബേലിന് ആരായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഉള്ളിലുള്ള പ്രതീക്ഷ കായൻ ഒരു മറു ചോദ്യമായി അവതരിപ്പിക്കുകയാണ്. എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? പ്രൈസ് ദ ലോർഡ്. Praise the Lord. എന്റെ സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് സഹോദരന്റെ കാവൽക്കാരനാണ്. നമ്മള് ദൈവജനത്തിന്റെ കാവൽക്കാരനാണ്. നമ്മള് വിശുദ്ധിയുടെ കാവൽക്കാരാണ്. നമ്മൾ വചനത്തിന്റെ കാവൽക്കാരാണ്. നമ്മൾ സഭയുടെ കാവൽക്കാരാണ്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പുരോഹിതൻ സക്രാരിയുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത് പോലെ ഒരുപാട് മേഖലകളിൽ കാവൽ നിൽക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികളെ കുറിച്ചും ഒരു കരുതൽ, ഒരു കാവൽ നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ കാവൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു കാവലല്ല. പടയാളികള് കാവൽ നിൽക്കുന്ന അങ്ങനെ ഒരു അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത്. ബൈബിൾ വചനപ്രകാരം അതിന് ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. യേശയ്യാ പ്രവചനത്തിൽ 62-ാമത്തെ അധ്യായത്തിന്റെ 6-7 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 62 വേഴ്സ് 6 and 7 നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്നങ്ങ് വായിക്കാം. ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ, നിങ്ങൾ വിശ്രമിക്കരുത്. ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസാപാത്രമാക്കുകയും ചെയ്യുന്നത് വരെ അവിടുത്തേക്ക് വിശ്രമം നൽകുകയും അരുത്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതായത് ഞാൻ ജെറുസലേമിന്റെ മതിലുകളിൽ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. കാവൽക്കാരെ മതിലുകളിൽ നിർത്തിയിരിക്കുകയാണ്. എന്താണ് ഈ കാവൽക്കാരുടെ പ്രത്യേകത? അവർ രാത്രിയോ പകലോ അവർ നിശബ്ദരായിരിക്കുകയില്ല. പിന്നെ വെളിപ്പെടുത്തുകയാണ്, അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ജെറുസലേമിനെ കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിശ്രമമില്ല. എന്ന് വരെയാ? ജെറുസലേം പ്രശംസാപാത്രമാകുന്നത് വരെ. ജെറുസലേം കർത്താവിന്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ, അല്ലയോ എൻ്റെ പുത്ര, നീ എൻ്റെ വലതുവശത്ത് ഇരിക്കുക എന്നൊക്കെ അന്ത്യവിധിനാളിൽ പ്രശംസാപാത്രമായി പറയുന്നത് വരെ നീ വിശ്രമിക്കരുന്ന വചനം വെളിപ്പെടുത്തുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. അപ്പോ കാവൽക്കാരെ മതിലുകളിൽ നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ് കാവൽക്കാരെ മതിലുകളിൽ നിർത്താൻ കാരണമുണ്ട്. കാരണം ശത്രുക്കൾ വന്ന് ഈ മതില് തകർത്ത് ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി. മതിലുകളുടെ മുകളിൽ നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ദൂരേന്ന് തന്നെ പലതരത്തിൽ ജെറുസലേമിനെ നശിപ്പിക്കാൻ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ, കർത്താവിന്റെ ആത്മാക്കളെ നശിപ്പിക്കാൻ പിശാച് അവന്റെ ദൂതന്മാരും വരുന്ന ശ്രദ്ധിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് മുകളിൽ നിൽക്കുന്നത്. എന്നിട്ട് പറയാണ് അവർ നിശബ്ദരായിരിക്കരുത്. നിങ്ങൾ എന്ത് ചോദിക്കേ? സാധാരണഗതിയിൽ ഒരു യുദ്ധമൊക്കെ ആണെങ്കിൽ കാവൽക്കാര് അല്ലെങ്കിൽ ഭടന്മാര് അല്ലെങ്കിൽ പടയാളികള്, നമ്മുടെ സൈനികര് ചില താവളങ്ങളിൽ വളരെ ശബ്ദം ഉണ്ടാക്കാതിരിക്കും. കാരണം ശത്രുക്കൾ വരുന്നത് കൈയോടെ പിടികൂടാൻ വേണ്ടി സാധാരണഗതിയിൽ ഒളിഞ്ഞ് ശബ്ദം ഉണ്ടാക്കാതെ പതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് സാധാരണ രീതി. എന്നാൽ ഈ സഹോദരന്റെ കാവൽക്കാരൻ, ജീവിത പങ്കാളിയുടെ കാവൽക്കാരൻ, മക്കളുടെ കാവൽക്കാരൻ, ഒരു വികാരിയച്ഛനാണെന്നുണ്ടെങ്കിൽ ദൈവജനത്തിന്റെ കാവൽക്കാരൻ, ഒരു സിസ്റ്ററാണെന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷ എന്ന സ്ഥലത്തിന്റെ കാവൽക്കാരൻ, ഒരു ധ്യാന കേന്ദ്രത്തിന് അച്ഛനാണെന്നുണ്ടെങ്കിൽ ശുശ്രൂഷകനാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ദൈവജനത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ അവർ നിശബ്ദനായിരിക്കരുത്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. ചില കാവൽക്കാർ ഞാൻ ഓർക്കുന്നുണ്ട്, ചില സ്ഥലത്ത് രാത്രി ചില കാവൽക്കാരെ കാണാം, അവരിങ്ങനെ ചില വടിയൊക്കെ കുത്തി ഒച്ചയൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ ഭാവത്തിൽ ഇങ്ങനെ നടക്കുന്നത് പോലത്തെയുള്ള ഒരു കാവൽക്കാരൻ.
എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദാസമയവും ഈ കാവൽക്കാരൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ആരെയാണോ കാവലായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരെക്കുറിച്ചുള്ള ഓർമ്മ കർത്താവിൽ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പം ഒന്ന്, മതിലിലെ കാവൽക്കാരെ നിർത്തുന്നു. രണ്ടവരെ നിശബ്ദരായിരിക്കരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവരെക്കുറിച്ചുള്ള ഓർമ്മ കർത്താവിൽ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അവർ വിശ്രമിക്കരുത്. എന്നിട്ട് പറയാ, കർത്താവിന് വിശ്രമം കൊടുക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എന്റെ സഹോദരങ്ങളെ, ഇന്ന് അനേകം ആത്മാക്കൾ വീണു പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാവൽക്കാരുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ്. പണ്ട് കുടുംബത്തിൽ കാവൽക്കാരുണ്ടായിരുന്നു. അപ്പനും അമ്മയും കൂടെ മക്കളുടെ വിശ്വാസത്തിന്റെ കാവൽക്കാരായിരുന്നു. അപ്പനും അമ്മയും മക്കളുടെ വിശുദ്ധിയുടെ കാവൽക്കാരായിരുന്നു. ആങ്ങളെയും പെങ്ങളും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധിയുടെ കാവൽക്കാരായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ കാവൽക്കാർ കുറഞ്ഞ സഹോദരങ്ങളെ. ഇന്ന് ആർക്കും സമയമില്ല. നൂറ് തിരക്കുകൾ പിടിച്ച് പലവിധ കാര്യങ്ങൾ പിന്നാലെ പോകുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഇവരെക്കുറിച്ചുള്ള ഓർമ്മയുണർത്താനോ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനോ, നിശബ്ദരാകാതെ ദൈവസന്നിധിയിൽ എപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അനേകം ജീവിതങ്ങൾ തകരുകയാണ്. അവരൊക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 18-ാം തിരുവചനം, ബുക്ക് ഓഫ് ലാമെന്റേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 18, നല്ല വചനമാണ്, നമുക്ക് വായിക്കാം. സിയോൻ പുത്രീ, കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക, രാവും പകലും മഹാപ്രഭാവം പോലെ കണ്ണുനീരൊഴുകട്ടെ. വീണ്ടും നമ്മൾ കഴിഞ്ഞ വചനത്തെ കണ്ടതുപോലെ വചനം വരികയാണ്, നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, ദൈവജന അടിമത്തത്തിലേക്ക് പോയി അങ്ങനെ തകർക്കപ്പെട്ട് അടിമത്തത്തിൽ ദൈവജനം തകർന്ന് കിടക്കുന്ന സമയത്ത് വിലാപകൻ പ്രാർത്ഥിക്കുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക, കണ്ണുനീരൊഴുകട്ടെ, വിശ്രമിക്കരുതെന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. ഞാൻ അങ്ങനെയുണ്ട് സഹോദരങ്ങളെ. രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് വിശ്രമമില്ലാതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരവുണ്ട്. ഞാൻ ഓർക്കണം, ഒരു ദിവസം ഞാൻ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഡോർമെറ്ററിയുടെ ഭാഗത്ത് ഒരു കരച്ചിൽ കേൾക്കുന്നു. ശുശ്രൂഷകരൊക്കെ താമസിക്കുന്ന ഒരു കരച്ചിൽ കേൾക്കുന്നു. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഞാൻ വെച്ച് എന്താവും, ഇനി വല്ല അസുഖമാണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് ചെന്നപ്പോൾ ശുശ്രൂഷ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ പതുക്കെ അത് ഡോറിൽ മുട്ടി ഡോറ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ ബർത്ത് പള്ളി കാട്ടി ആ കട്ടിലിന് മുകളിൽ ഇരുന്ന് ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് വല്ല നെഞ്ചിന് വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയിട്ടാണെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ച് തട്ടി വിളി ചോദിച്ചു. അപ്പോൾ പറയാണ്, അച്ഛാ, സഭയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ, ആത്മാക്കൾ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു, ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ കരയുമായിരുന്നു. നോക്ക സഹോദരങ്ങളെ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഹൃദയത്തിന്റെ വികാരങ്ങൾ ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഹൃദയത്തെ ചൊരിയുക എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ശരിക്കും കണ്ണുനീരോടെ വിലാപത്തോടെയുള്ള പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം, അവിടെ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ മക്കളില്ലാത്തതിനെ പ്രതി ദൈവസന്നിധിയിൽ ഹൃദയവികാരങ്ങളെല്ലാം ചൊരിഞ്ഞിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലി പുരോഹിതൻ വിചാരിച്ചു ഇവൾ രാവിലെ മദ്യപിച്ചിട്ട് വന്ന് പുലമ്പുകയാണെന്ന്. ഒന്ന് ഏലി ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ രാവിലെ നിന്നിങ്ങനെ പുലമ്പുന്നത്? അപ്പോൾ ഹന്ന പ്രതിവചിച്ചു, അതാണ് വചനം, എൻ്റെ ഗുരു, അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല,
കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പൊ നിങ്ങൾ എന്ത് നോക്കുക, എൻ്റെ സഹോദരങ്ങൾ, ഹൃദയ വികാരങ്ങൾ ചൊരിയുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മക്കളില്ലാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് വന്ധ്യയെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കൊച്ചിനെ തരണം കർത്താവേ എന്ന് പറഞ്ഞ് എത്ര ചങ്ക് പൊട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അതേ വേദനയോടുകൂടെ ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, മാതാപിതാക്കന്മാരെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, ബന്ധുക്കളെ ഓർത്ത്, ഉറ്റമിത്രങ്ങളെ ഓർത്ത്, കൂടെ പഠിക്കുന്നവരെ ഓർത്ത്, കൂടെ ജോലി ചെയ്യുന്നവരെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമം കൊടുക്കാതെ കണ്ണുനീർ പാത്തികൾ പുറപ്പെടുന്നത് പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്ന് വീഴുന്നവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം, തളർന്ന് വീഴുന്നവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെയുള്ള കാവൽക്കാരുണ്ടായാൽ, എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാതെ പോകും. കാവൽക്കാരില്ലാത്തത് കൊണ്ടാണ് പല തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കാവൽക്കാരുണ്ടായിരുന്നെങ്കിൽ ആക്രമിക്കാൻ പറ്റുകയില്ലായിരുന്നു. ഇന്ന് അതുപോലെ പ്രാർത്ഥനയുടെ കോട്ടകൾ ഉയർത്തുന്ന കാവൽക്കാരില്ലാത്തത് കൊണ്ടാണ് ദുഷ്ടശക്തികൾ കിടന്ന് വിരകി വാരിക്കൊണ്ടിരിക്കുന്നത്. എസെക്കിയേൽ പ്രവചനത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 30-ാം തിരുവചനം, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 22 വേഴ്സ് 30. അതിനെ വെളിപ്പെടുത്തുക, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു. ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് അന്വേഷിക്കുക, ഞാൻ ആ കോട്ട നശിപ്പിക്കാനാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ്, സെമിനാരിയിൽ ഈ വചനഭാഗം പഠിപ്പിച്ചപ്പോൾ പ്രൊഫസർ അച്ഛൻ പഠിപ്പിച്ച കാര്യം ഞാൻ ഓർക്കാണ്. അതായത് ഒരു ശത്രു ദേശം കോട്ടയെ ആക്രമിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? വലിയ കോട്ടയൊക്കെ ആണെങ്കിൽ വലിയ ഇരുമ്പ് മുട്ടി പോലത്തെ വസ്തുക്കൾ എടുക്കും. അങ്ങനെ എടുത്താൽ കുറേ പേര് വന്നിട്ട് ഈ ഇരുമ്പ് മുട്ടി കൊണ്ട് ആവർത്തിച്ച് ഒരേ പോയിന്റ് ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കുതിരകളെ പൂട്ടിയ രഥത്തിൽ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആഞ്ഞ് ഒരേ പോയിന്റിൽ പല പ്രാവശ്യം ഇടിക്കും. ഒരു പാറ പൊട്ടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഒരേ പോയിന്റിൽ പല പ്രാവശ്യം ഇടിച്ചു കഴിയുമ്പോൾ ഒരു വിള്ളൽ വരും. ആ വിള്ളൽ വലുതാക്കി ആയിരിക്കും പലപ്പോഴും ശത്രുക്കൾ ഉള്ളിൽ പ്രവേശിക്കുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, ഇങ്ങനെ കോട്ടയിൽ വിള്ളൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ വിള്ളൽ കയറി ഒരാൾ നിലയുറപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ലായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇങ്ങനെ കോട്ടയിൽ ഒരു വിള്ളൽ ഉണ്ടാകുന്ന സമയത്ത് ദൈവജനത്തോട് സ്നേഹമുള്ളവൻ, സഭയോട് സ്നേഹമുള്ളവൻ, പരിഹാര പ്രാർത്ഥന ചൈതന്യമുള്ളവൻ, കരഞ്ഞു നിലവിളിക്കുന്നവൻ, അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ വിള്ളൽ കയറി ആ വ്യക്തി നിൽക്കുന്ന രംഗം ചിന്തിച്ചു നോക്ക്. ഈ മരമൊക്കെ ഇങ്ങനെ അറക്കണ സമയത്ത് അതിൻ്റെ ഇടയിൽ ആപ്പ് വെക്കണ പോലെ ഈ ഇടി മുഴുവൻ പിന്നെ ആർക്ക് ഇവനിട്ടാണ് കൊള്ളുന്നത്? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ സഹോദരനെ, കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാൻ പറ്റിയ കാവൽക്കാരുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമായിരുന്നു. Praise the Lord. Praise the Lord. 126-ാമത്തെ സങ്കീർത്തനത്തിൽ 5-6 തിരുവചനങ്ങളിൽ ഈ കാര്യം മറ്റൊരു തരത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. Psalms 126 verses 5 and 6 നമുക്ക് വായിക്കാം. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദ ഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. Praise the Lord. Praise the Lord. അതിന് വെളിപ്പെടുത്ത കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യും. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലോട്ട് മടങ്ങും. അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ സഹോദരങ്ങളെ, കൃഷിക്കാർക്ക് അതിൻ്റെ പശ്ചാത്തലം പെട്ടെന്ന് മനസ്സിലാകും. ഒരു കൃഷിക്കാരൻ വിത്തെറിയുമ്പോൾ കണ്ണുനീരോടുകൂടിയാണ് വിത്ത് വിതയ്ക്കുന്നത്. ആ വിത്തെറിയുമ്പോൾ വിലാപത്തോടെ അവനൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, ദൈവമേ ഈ വിത്ത് പാഴായി പോകരുത്. ഈ വിത്ത് എറിഞ്ഞ് ഇത് വളർന്ന് വലതിന് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വേണം പെണ്ണൊരുത്ത് കെട്ടിക്കാൻ നിൽക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കുട്ടി പ്രസവത്തിന് വരാറായി, മറ്റേ കൊച്ചിന് ഫീസ് കൊടുക്കണം, പല പ്രശ്നങ്ങളാണ്.
അപ്പൊ കണ്ണുനീരോടെയാണ് വിത്തെറിയുന്നത്, വിലാപത്തോടെയാണ് വിത്ത് വിതയ്ക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വിതച്ചാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിനൊരു കൊയ്ത്തുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരാള് ഒരു കാവൽക്കാരനും കാവൽക്കാരിയുമായിട്ട് നിന്നിട്ട് ഇതേപോലെ കണ്ണുനീരോടെ വിതച്ചാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഒരു വിളവെടുപ്പുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ന്യായവിധിയുടെ വിളവെടുപ്പിന്റെ സമയത്ത് നമ്മൾ കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ കാവൽക്കാരായി നിന്നുകൊണ്ട് കണ്ണുനീരോടെ വിശ്രമമില്ലാതെ തകർന്ന് വീഴുന്നവർക്ക് വേണ്ടി കണ്ണുനീരിന്റെ പ്രാർത്ഥനകൾ ഉയർത്തി വിളവെടുപ്പവന്റെ കാലഘട്ടത്തിൽ ഒരു കൃപയാക്കി മാറ്റുന്ന സഹോദരങ്ങൾ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് യേശയ്യാ പ്രവചനത്തിൽ 57-ാമത്തെ അധ്യായത്തിന്റെ 18-19 തിരുവചനങ്ങൾ. ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. എന്താ വിഷയം? അടുത്ത വാക്യം, അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സഹോദരങ്ങളെ, ചിലപ്പോ ചില ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് അവനെ ഓർത്ത് അവന്റെ കാവൽക്കാരനാണ് ഞാൻ എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു കാലഘട്ടത്തിൽ രാത്രിയുടെ യാമങ്ങളിലേക്ക് എഴുന്നേറ്റ് ഉറക്കെ വിലപിച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ ദൈവമേ, ആ ആത്മാവ് ന്യായവിധിയുടെ സമയത്ത് സ്വർഗസ്ഥന്റെ ദൈവത്തിന്റെ സന്നിധി ഇരിക്കുന്നത് കണ്ട് ആനന്ദ കീർത്തനങ്ങൾ ഉയരാൻ കർത്താവ് ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് തരത്തിലുള്ള തകർച്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കണം, കാവൽക്കാരില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ജ്ഞാനം നമ്മൾ ഓരോരുത്തരും നമുക്ക് ചുറ്റുമുള്ളവരുടെ ആത്മാക്കളുടെ കാവൽക്കാരനാകാൻ തക്കവിധം അപ്പോയിന്റ്മെന്റ് കൊണ്ടല്ല, ദൈവത്തിന്റെ വചനപ്രകാരം ഒരു തീഷ്ണതയോടുകൂടി അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് പരിഹാരം. ആരാധനയിൽ കർത്താവ് ഒരു പ്രത്യേക കൃപ നമുക്ക് തരട്ടെ. ബൈബിളിൽ ഏറ്റവും വെളിപിടിച്ച വസ്തുക്കളിൽ ഒന്നാണ് കണ്ണുനീര്. ദൈവം അത് കുപ്പിയിൽ ശേഖരിക്കും. കണ്ണുനീർ തുള്ളികൾ ദൈവം എണ്ണിയിട്ടുണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവമേ, കർത്താവേ, ഞങ്ങളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കേൾപ്പിച്ച് തന്നിരിക്കുന്ന ആത്മാക്കളുടെ കാവൽക്കാരെന്ന നിലയിൽ വിശ്രമമില്ലാതെ അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തക്കവിധം ദൈവമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് കണ്ട് അവര് സ്വർഗത്തിലിരിക്കുന്നത് കണ്ട് ആനന്ദിക്കുവാൻ തക്കവിധം ദൈവമേ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നി. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ